വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൂര്യ സാറ്റർഡേ സിനിമ കണ്ടു. ഡയറക്ടർ വിവേക് ആത്രേയ, സിനിമാറ്റോഗ്രാഫി മുരളി, സ്റ്റെൻസ് രാം ലക്ഷ്മൺ, മ്യൂസിക് ജേക്സ് ബിജോയ്, പ്രൊഡ്യൂസർ ധനയ. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ നാണി, പ്രിയങ്ക, അഭിരാമി, എസ് സൂര്യ, മുരളി ശർമ്മ, അതിഥി ബാലൻ, അജയ് ഘോഷ്, പിന്നെ തെലുങ്ക് നടൻ സായി കുമാർ. ഞാൻ ഈ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഈ സിനിമയിലെ ഹീറോ നാണി, അങ്ങേരുടെ ഈച്ച സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈച്ച സിനിമയിൽ അദ്ദേഹം ഒരു പകുതി ആകുമ്പോഴേക്കും തന്നെ മരണപ്പെട്ടിട്ട് പിന്നെ ഈച്ചയിലേക്ക് അങ്ങേരുടെ ആത്മാവ് കയറിയിട്ടാണ് പ്രതികാരം ചെയ്യുന്നത്. അതായത് ആ സിനിമയിൽ മനുഷ്യൻ്റെ രൂപത്തിൽ അങ്ങേര് കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ അതിലൊരു സോങ് ഉണ്ട്. ആ സോങ്ങിൽ അങ്ങേര് എത്രത്തോളം ഒരു വലിയ നടനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആ നടന് പറ്റിയ റോള് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നു. പക്ഷേ ആ എൻ്റെ ചിന്തയെ ഈ സിനിമ അങ്ങനെ മാറ്റിക്കളഞ്ഞു. ഈ സിനിമയിൽ അങ്ങേർക്ക് നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്. അവതാരമാണ്, അവതാരം. ഈ സിനിമ പറഞ്ഞാൽ നാണിയുടെ അങ്ങോട്ട് കളിയാണ്. ഗംഭീര അഭിനയമാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ. അമ്മയ്ക്ക് നല്ലൊരു മകനായിട്ട്, അതേപോലെ അച്ഛനും നല്ലൊരു മകനായിട്ട്, ചേച്ചിക്ക് നല്ലൊരു സഹോദരനായിട്ട്, അതേപോലെ ലവർക്ക് നല്ലൊരു കാമുകനായിട്ട്, അതേപോലെ വില്ലന്മാർക്കൊക്കെ പേടി സ്വപ്നമായിട്ട്, അങ്ങനെ ഗംഭീര റോളാണ് നാണിക്ക് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. അത് പുള്ളി അങ്ങനെ പെടപ്പിച്ചിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞാലും പോരാ, അമ്മാരി അടി, അടിയോടടിയാണ് സിനിമ. പക്ഷേ ഫുൾ ആക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിലെ കുടുംബ വിഷയങ്ങളൊന്നും ഇല്ലാന്ന് ആരും കരുതണ്ട. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊരു മാസ് ഫിലിമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ആക്ഷൻ്റെ സമയത്തും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ് എമ്മാതിരി മാസ് BGM കൊടുത്തിരിക്കുന്നത്. തിയേറ്റർ അങ്ങനെ കുലുങ്ങാണ്. അതേപോലെ സ്ക്രീൻ അടക്കം വൈബ്രേഷൻ ആവുകയാണ്. നമ്മൾ ആ മാസ് BGM വരുമ്പോൾ തന്നെ തലയൊക്കെ ഇങ്ങനെ നമ്മളറിയാതെ തന്നെ തലയൊക്കെ കുലുക്കുന്ന രീതിയിലുള്ള മാസ് BGM ആണ്. ഗംഭീരമായിട്ടുണ്ട്. നാണിക്ക് ഇങ്ങനെ ഒരു വേഷം കിട്ടിയതിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ലൊരു നടന് പറ്റിയൊരു റോള് കിട്ടിയിട്ടില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു നാണിയുടെ കാര്യത്തിൽ. അത് ഈ സിനിമയിൽ തീർന്നു. ഫുള്ളായിട്ട് അവതരിച്ചിട്ടുണ്ട് പുള്ളി. ഇനി വില്ലന്മാരെ കുറിച്ച് പറയാം. ഇതിലെ ഹീറോ ഇമാതിരി ഹീറോ ആണെങ്കിൽ അതിന് പറ്റിയൊരു വില്ലനും വേണ്ടേ? എസ് സൂര്യ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു ഭീകരനായ വില്ലൻ, അതേസമയം ഫുൾ കോമഡിയും, രണ്ടും കൂടി പുള്ളി ഒപ്പം തന്നെ അനായാസം കൈകാര്യം ചെയ്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എസ് സൂര്യ ഞാൻ കണ്ടിട്ട് മാർക്ക് ആൻ്റണിയിലാണ് അവസാനമായിട്ട് ഗംഭീര വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വന്ന സിനിമകളിലൊക്കെ അത്രയ്ക്ക് പോരാ. ഇപ്പം രായലിൽ കൂടി പുള്ളി ഉണ്ട്, അതിൽ നല്ല വില്ലൻ റോളാണെങ്കിലും ഈ സിനിമ അതിനെയൊക്കെ താണ്ടിപ്പോയി കളഞ്ഞു. കണ്ണുകൾ കണ്ടാൽ തന്നെ ഭീകരനെ പോലെ ഇരിക്കും. അങ്ങേരുടെ ഓരോ സംസാരം ഫുള്ളും അങ്ങേര് ഇതിൽ ചെയ്തിരിക്കുന്നത് വില്ലൻ മാത്രമായിട്ടല്ല, കോമഡി കൂടി കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു വില്ലനായിട്ടാണ് അങ്ങേര് ഇതിൽ അവതരിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് രണ്ടും. അതായത് കോമഡിയും അതേപോലെ വില്ലൻ വേഷവും രണ്ടും അനായാസം ഒരേ ടൈം പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അങ്ങേരുടെ ഏട്ടനായിട്ട് വന്ന മുരളി ശർമ്മ, അങ്ങേര് ഒരു വില്ലനാണ്. ഞാൻ ഈ മുരളി ശർമ്മ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിനിമ കാണുമ്പോൾ അറിയാം. അങ്ങേരും അതേപോലെ കോമഡിയും അതേപോലെ ആൻറ്റി ഹീറോയിസം ഒപ്പം ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങേരുടെ ഒന്നും ലെവലല്ല എസ് സൂര്യയാണ് ഈ സിനിമയെ സത്യം പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകുന്നത്. അവസാനം വരെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളിയാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ നാണിയും, രണ്ടുപേരും കൂടി ഈ സിനിമ ഗംഭീരമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനൊരു സിനിമയുടെ പേര് കാണുമ്പോൾ പോകാതിരിക്കേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് മാസ് രംഗങ്ങൾ ഇഷ്ടമാണോ, മാസ് BGM ഇഷ്ടമാണോ, അതേപോലെ കുടുംബപരമായ കഥ ഇഷ്ടമാണോ, അങ്ങനെയെങ്കിൽ ഈ സിനിമയ്ക്ക് നിങ്ങൾ പോകാതിരുന്ന വലിയൊരു മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ഇതിൽ അമ്മ റോള് ചെയ്തിരിക്കുന്ന അഭിരാമി, അവർ കുറച്ച് നേരമേ അവർക്ക് സ്ക്രീൻ ടൈം ഉള്ളുവെങ്കിലും വന്ന സമയം നല്ലൊരു അമ്മയായിട്ട് ഇതിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ KGF ഒരു അമ്മ റോള് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ അവരല്ല ഇതിലെ ആക്ടർ, ഇതിലെ അഭിരാമിയാണ്. അഭിരാമി ഇതിൽ
ഇതിൽ നന്നായിട്ട് തന്നെ അമ്മ റോള് ചെയ്തിട്ടുണ്ട്. അതേപോലെ അച്ഛൻ്റെ റോള് സായികുമാർ, അങ്ങേര് നാണിക്ക് ഒത്തവിധം ഒപ്പത്തിനൊപ്പം കോമഡിയും കൈകാര്യം ചെയ്തുകൊണ്ട് നല്ലൊരു അച്ഛനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നാണിയുടെ സഹോദരിയായിട്ട് അഭിനയിച്ച അതിഥി ബാലൻ, അവർ നല്ലൊരു സ്ട്രിക്റ്റായ സഹോദരിയായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഹീറോയിൻ പ്രിയങ്ക, അവരും ആ ഒരു പ്രണയമാകട്ടെ അതേപോലെ അവരുടെ നാണിയോടൊപ്പം ചേർന്നുകൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങളാകട്ടെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമ നാണിയുടെയും SJ സൂര്യയുടെയും ഒരു അവതാരമാണ്, അതുകൊണ്ട് മിസ് ചെയ്യണ്ട. അപ്പോൾ സൂര്യ സാറ്റർഡേ നാണിയുടെ ശനിയാഴ്ച അവതാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.